എ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ 1 തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നമ്മളെപ്പോഴും ഈ കോസ് സ്ക്വയർ കാണുമ്പോൾ നമുക്ക് മൈൻഡിലോട്ട് വരുന്ന ഇക്വേഷൻ ഏതാ? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് കോസിന് പകരം അത് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? കോസ് എ പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ എ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, 1ഉം 1ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് എന്ത് വരും? കോസ് എ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ സ്ക്വയർ എ എന്ന് വരും. നമുക്ക് എ പ്ലസ് സൈൻ റേസ്റ്റ് 4. സൈൻ സ്ക്വയർ എ എന്താ? കോസ് എ ആണ്. സൈൻ റേസ്റ്റ് 4 എന്തായിരിക്കും? കോസ് സ്ക്വയർ എ ആണ്. അതായത് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ആൻസർ തന്നെയാണ് ഇതിന്റെ ഉത്തരം 1. സോ ഇതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ഓൾറെഡി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയാം. ഓക്കെ, ഞാനിപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ പർട്ടിക്കുലർ അതായത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസ് ഒന്നും തീറ്റ ഡിപെൻഡന്റ് അല്ല. നമുക്ക് വലിയൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് എന്താണ് അതിന്റെ ഉത്തരം എന്നായിരിക്കും ചോദിക്കുന്നത്. അത് ഓപ്ഷൻ 1, 2, 3 അങ്ങനെയുള്ള കിടക്കുന്ന തീറ്റ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്താൽ മതി? വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും കാരണം വെച്ചാൽ മനസ്സിലാക്കുക ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ തീറ്റ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. അതായത് ആ ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷൻസിന്റെ ഒരു അറേഞ്ച്മെന്റ് തരില്ല. അത് നമ്മൾ അവസാനം സോൾവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂട്ട് വരും. എന്ന് വെച്ചാൽ തീറ്റ ഡിപെൻഡന്റ് അല്ല അതിന്റെ വാല്യൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വാല്യൂ നമ്മൾ ഏറ്റവും മാക്സിമം 0യും 90നും കൊടുക്കാൻ നോക്കുക. 0യും 90നും കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല എങ്കിൽ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 0യും 90നും കൊടുക്കാൻ നോക്കുക. എന്നിട്ട് അത് പറ്റുന്നില്ലെങ്കിൽ മാത്രം 45, 30, 16 കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ ഇട്ട് കൊടുക്കുക. സോ അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് കറസ്പോണ്ടിങ് വാല്യൂ അത് തന്നെ ഉത്തരം എന്ന് പറയുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നമുക്ക് ഓപ്ഷൻസ് എല്ലാം എന്താ കിടക്കുന്നത്? തീറ്റ ഡിപെൻഡന്റ്. കാരണം ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഏതോ ഒരു ഫംഗ്ഷനിലോട്ടാണ് ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പർട്ടിക്കുലർ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ വാല്യൂ 90ൽ ഇതിന് ഈ വാല്യൂ ആണ്. സോ നമ്മൾ വാല്യൂ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ കുറച്ച് അഡ്വാൻസ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം അത് തന്നെ. പക്ഷേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കോളാം. ഈവൻ ദോ ദ ഓപ്ഷൻസ് കണ്ടെയ്ൻ തീറ്റ, ഓപ്ഷൻസിൽ തീറ്റ ഉണ്ടെങ്കിൽ പോലും ഈ എക്സ്പ്രഷൻ ഇറ്റ് സെൽഫ് സിംപ്ലിഫൈസ് ടു എ സിംഗിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ചുരുക്കി വരുമ്പോഴാണ് ഏതോ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ? നോക്ക്, ഈ ഫംഗ്ഷനെ ഞാൻ എടുത്ത് എഴുതുകയാണ്. ഈ ഫംഗ്ഷൻ സൈൻ തീറ്റ 0യോ 90യോ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നോക്കുക, കോഡ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ കോഡ് 0 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇത് സൈൻ റെസിപ്രോക്കൽ ആണ്. സൈൻ റെസിപ്രോക്കലും 0 ആണ്. സോ അതുകൊണ്ട് തന്നെ 1/0 ഇൻഫിനിറ്റിയോട്ട് വരും. ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് അങ്ങനെയാണ് വരാനേ പാടില്ല നമുക്ക്. സോ നമുക്ക് 0 എന്നുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമുക്ക് 90 നോക്കാം. 90 നോക്കുമ്പോഴത്തേക്കും സൈൻ 90 എന്താ ഉത്തരം? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ടാൻ 90 അൺഡിഫൈൻഡ് ആണ്. അഥവാ ടാൻ 90 എന്ന് പറയുന്നത് 1/0 ആണ്. പക്ഷേ കോഡ് 90 എന്താണ്? കോഡ് 90 എന്ന് പറയുന്നത് 0/1 which is equal to 0 ആണ്. സോ കോഡ് 90 0 മൈനസ് 1 സൈൻ 90 എന്താ? സൈൻ 90 1. സോ 1 മൈനസ് 1 which is equal to 0. ഓക്കെ, അപ്പം ഇത് ചെയ്ത് വന്നപ്പം 90 എന്ന ആംഗിളിൽ ഈ ഫംഗ്ഷൻ, അതായത് ഇതിപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണെന്ന് വെച്ചോ, ഇത് ഏതോ ഒരു ഫംഗ്ഷൻ ആണ്. ടേബിൾ അറിയാലോ. ടേബിൾ തന്നെ നമ്മൾ വരയ്ക്കാം. 0, 30, 45, 9, 16, 90. സോ ഈ ഒരു ഫംഗ്ഷൻ ഇത് എന്തോ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഏതോ ഒന്നാണ്. സോ അത് ഞാൻ ഇവിടെ എഴുതി. സോ അത് 90ൽ എന്ത് വന്നു? 90ൽ 0 വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുക. 90ൽ 0 വരുന്ന ഏത് ഫംഗ്ഷൻ ഉണ്ട്? കോട്ട് 90 0 ആണ്. നമ്മുടെ ഓപ്ഷൻ 0ലോട്ട് വന്നു. സീക്ക് 90 എന്താ? സീക്ക് 90 അൺഡിഫൈൻഡ് ആണ്. കാരണം കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അത് തിരിച്ചെടുത്തതാണ് സീക്ക് 90. സോ 1/0 വരും. ഇത് അൺഡിഫൈൻഡ് ആണ്. സോ നമ്മുടെ ഓപ്ഷന് മാച്ച് ആവുന്ന ഒരേ ആളേ ഉള്ളൂ കോട്ട് 90. സോ അതുകൊണ്ട് തന്നെ ആൻസർ കോട്ട് 90 ആണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 90 ആദ്യം എടുത്തുകൊണ്ടാണ്. കാരണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 0യും 90യും വിടാൻ മാക്സിമം നോക്കുക. അത് പറ്റുന്നില്ല. അൺഡിഫൈൻഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് മുന്നിൽ അങ്ങനെ ഓപ്ഷൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകാവുള്ളൂ? 45, 13, 16 പോകാവുള്ളൂ. ഇപ്പോൾ 45 ആണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ നോക്കും. 45 ആണ് ഞാൻ എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ അങ്ങനെ വരും. 45 ആണ്. ഇപ്പോൾ ഞാൻ ആംഗിൾ 90 അല്ല എടുത്തത്. 45 ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഞാൻ 45 ആണ് അതിന് വേണ്ടി എടുത്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അങ്ങനെ എടുത്തു. സോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? വാല്യൂ 1 എന്ന് വരും. 45 1. 45 1 നമ്മളതിന്റെ ഓപ്ഷൻ നോക്കുമ്പോൾ ടാൻ 45 1 ആണ്. പക്ഷേ കൊസീക്കും സീക്കും അല്ല. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരെണ്ണം എടുക്കേണ്ടി വരും. പക്ഷേ 90ൽ നമുക്ക് പ്രശ്നം വന്നു. 90 എടുത്തപ്പോഴേ നമുക്ക് കറക്റ്റ് കോട്ട് തന്നെ ഉത്തരം കിട്ടി. 45 എടുത്താൽ നമ്മൾ രണ്ട് ഓപ്ഷൻ ഇത് രണ്ടും പോകും. എയോ സിയോ ആണെന്നുള്ളൊരു ചോദ്യത്തോട് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ഇത് എന്തുകൊണ്ട് സബ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിൽ ഏതോ ഒരെണ്ണമാണിത്. ഓക്കെ, നമ്മൾ വാല്യൂ ഒക്കെ പറക്കിയിട്ട് കൊടുത്ത ടേബിൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം കോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ചുരുക്കി എടുത്ത് കൊട്ടിയിട്ടാണ്. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി ഇത് നമ്മളെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുകയാണ്. ഈ കൊസീക്ക് തീറ്റ മൈനസ് കോട്ട് തീറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. ആ ഒരു ഫോർമുലയിൽ നമ്മൾ a + b × a - b എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ നമുക്കറിയാം എന്താ? കൊസീക്ക് തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റയുടെ റെസിപ്രോക്കൽ വാല്യൂ എന്തിന്റെ വാല്യൂ തുല്യമാണ്? കൊസീക്ക് തീറ്റ പ്ലസ് കോട്ട് തീറ്റയുടെ വാല്യൂ തുല്യമാണ്. അതായത് ഈ റെസിപ്രോക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇത് തന്നെ ഈ വാല്യൂ ആണ്. ഓക്കെ, അതായത് ഈ വാല്യൂവിന്റെ അത് നമുക്ക് അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ ആ a + b × a - b which is equal to 1 വരണമെങ്കിൽ നമുക്ക് രണ്ട് റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇയാളെ തിരിച്ചിരുന്ന ഇയാളാണ്, ഇയാളെ തിരിച്ചിട്ട് ഇയാൾ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഇനി എന്താ 1/sin തീറ്റ എന്താ? അത് കൊസീക്ക് തീറ്റയാണ്. ഈ കൊസീക്ക് തീറ്റയും ക്യാൻസൽ ആയി പോയി. സോ കോട്ട് തീറ്റ കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തിങ്കിങ് പ്രോസസ് വന്നില്ലെന്നുണ്ടെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വളരെ ഒരു ഇമ്പോർട്ടന്റ് മെത്തേഡാണ്.